ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമുക്കിന്ന് രസമുണ്ടാക്കിയാലോ എന്ന് ചോദിച്ചെന്താണെന്ന് വെച്ചാൽ രസമില്ലാതെ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ രസം പൗഡർ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന രസം ചെയ്തിരുന്നു. പക്ഷേ ഇത് രസം പൗഡർ ഒന്നും വേണ്ട കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള രസം. അപ്പോൾ സദ്യയിലാകുമ്പോൾ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പി ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ രസം കാണാത്ത ആളുകൾ ആ രസം കാണുക. അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ രസം ഉണ്ടാക്കാം. രസം ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് എന്നുള്ള ഐക്കണിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ രാവിലെ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോ അപ്ലോഡ് ആയി എന്നുള്ള ആ ഒരു മെസ്സേജ്, അതായത് ആ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുന്ന ആളുകൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്ത ആളുകളും പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകളും കമൻറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത്, ഏതൊക്കെ വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള റെസിപ്പീസാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്ക് പോയിട്ട് നമ്മുടെ രസം വേഗം തന്നെ ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് രസം ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ വാളൻപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ശർക്കര, കടുക്, ഉലുവ, കായം, മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിപ്പോ നല്ല ജീരകവും അതുപോലെ തന്നെ കുരുമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളി, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. ഞങ്ങളിവിടെ രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മല്ലിയില ചേർക്കും. പിന്നെ ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് വലിയ പച്ചമുളക് ആയതുകൊണ്ട് 3 പച്ചമുളക്. ഇതിപ്പോ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ തന്നെ 2 ടീസ്പൂൺ കുരുമുളകുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നല്ല ജീരകം, കുരുമുളക്, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് ചതയ്ക്കാനുള്ള കാര്യങ്ങൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ കറിവേപ്പിലയും ചേർത്ത് ചതയ്ക്കാൻ പറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോയതുകൊണ്ട് മിക്സിയിൽ ചതയ്ക്കാൻ പറ്റിയില്ല. മിക്സിയിലാണെങ്കിൽ കറിവേപ്പില കറക്റ്റ് ആയിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കല്ലിലാണ് ചതച്ചെടുത്തത്. അപ്പൊ അതിൽ കറിവേപ്പില ചേർക്കാതെയാണ് ചതച്ചെടുത്തത്. നമുക്ക് കറിവേപ്പില ചെറുതായിട്ട് നമ്മൾ കൈകൊണ്ടൊന്ന് പതുക്കെ മുറിച്ച് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലിൽ ചതച്ചുകൊണ്ട് ഇതുപോലെ ചതഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഫൈനായിട്ട് നമ്മളിപ്പോ മിക്സിയിൽ അടിച്ചെടുക്കുന്ന പോലെ ആയിട്ടില്ല. മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ക്രഷായി കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുഴുവനായിട്ടുള്ള കായം ചേർക്കുകയാണെങ്കിൽ രസത്തിന് ടേസ്റ്റ് കൂടും. പിന്നെ മുഴുവനായിട്ടുള്ള കായം ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി. എന്റെ സൗണ്ടിന് എന്തൊക്കെയോ പറ്റുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു ഇത്ര അളവിൽ 2 തക്കാളി, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞ അളവിലാണ് ഞാനിപ്പോ 1/2 ടീസ്പൂൺ കായപ്പൊടി എന്ന് പറഞ്ഞത്. മുഴുവനായിട്ടുള്ള കായാണെങ്കിൽ ഈ ഒരു പീസിന്റെ പകുതി ചേർക്കുക. നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ സദ്യ റെസിപ്പീസ് എല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ കടുകും ഉലുവയും ഒരുമിച്ച് ചേർക്കാറില്ല. ഉലുവ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് ആദ്യം പൊട്ടി തുടങ്ങിയതിന് ശേഷം മാത്രം ഉലുവ ചേർക്കുന്നത്. ഇപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞു. നമ്മുടെ ഉലുവയുടെ കളറും കറക്റ്റായിട്ട് ചേഞ്ച് ആയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, ഇത് ചതച്ച് ചേർക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ചതയ്ക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കാം. ഇത് സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ചതച്ചെടുത്തത് കൊണ്ട് തന്നെ വെളുത്തുള്ളിയൊക്കെ വേഗം തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതിപ്പോൾ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കായിരിക്കും കേട്ടോ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. എന്താ വെച്ചാൽ കരിഞ്ഞു പോവാതിരിക്കാൻ നല്ലത് ലോ ഫ്ലെയിമാണ്. ഒന്ന് സോട്ടായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുകയാണേ നമ്മൾ ആ മഞ്ഞൾപ്പൊടിയുടെ ആ റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ സോട്ട് ചെയ്യാം. രസം പൗഡർ ചേർത്തിട്ടുള്ള രസം ഉണ്ടാക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെയ്യിൽ വറവൊക്കെ ഇട്ട് ചേർത്ത് അതൊരു വേറൊരു വ്യത്യസ്തമായ രീതിയാണ്.
എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി 2 രസവും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടുന്നത് ഉണ്ടാക്കി കഴിക്കൂ. ഇപ്പൊ നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമ്മള് രസത്തിൽ കൂടുതലായിട്ട് കുരുമുളകിന്റെ എരിവാണ് നിൽക്കേണ്ടത്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, ഇപ്പൊ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തു, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്തു. രസത്തിന് ഒരു കളർ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. അപ്പോൾ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവ് ഉണ്ടാവില്ല. എരിവ് പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും എരിവേ ഉണ്ടാവുള്ളൂ. മുളക് പൊടിയുടെയും റോസ് സ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. ടൊമാറ്റോ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്താണെന്ന് വെച്ചാൽ ടൊമാറ്റോ ഒന്ന് കുക്കായി വരണമല്ലോ, അതിനപ്പോൾ കൂടുതൽ സമയം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത്. ടൈം ഉണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കുറച്ച് ഗ്യാസ് അല്ലേ ചിലവാകുള്ളൂ. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ചേർത്ത കറിവേപ്പിലയൊന്നും ഇപ്പോൾ കാണാനേ ഇല്ലല്ലോ. കറിവേപ്പിലയൊക്കെ സോട്ട് ആയി കഴിഞ്ഞു. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ കറിവേപ്പിലയോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആകെ രസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി ആദ്യമേ തന്നെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുക. അപ്പോൾ ആ പുളിയുടെ ആ ഒരു ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് മിക്സ് ആയി പുളി കറക്റ്റായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ പുളി വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയതുണ്ടോ, ടൊമാറ്റോയിൽ നിന്ന് സ്കിന്നൊക്കെ വിട്ട് തുടങ്ങി. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം ചേർക്കുമ്പോൾ അരിച്ച് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും ഇങ്ങനെ വെച്ചിട്ട് പിഴിഞ്ഞ് ചേർക്കാം. നമ്മളിപ്പോൾ കൂടുതൽ പുളിയൊക്കെ ഉള്ളപ്പോൾ അരിച്ച് ചേർക്കാറുണ്ട് ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചിട്ട് പിഴിഞ്ഞെടുക്കാറാണ് ചെയ്യാറുള്ളത്. ഏതാണോ ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ ചേർക്കുക. ഇതിലേക്ക് നമുക്കിനി രസത്തിന്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ കായം ചേർത്തിട്ടില്ല, കായം ചേർക്കണം. ഞാനിപ്പോ ഒരു ചെറിയ പീസ് കായം, നമ്മൾ എടുത്തിരുന്നതിന്റെ പകുതി പീസ് കായം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുക. ഉപ്പൊക്കെ ആദ്യം കുറച്ച് ചേർക്കുക, അതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളം. ഇത്രയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് ഇത്ര രസം മതിയോ, എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് അതനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. പിന്നെ ആദ്യമേ തന്നെ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പുളി കുറവായിട്ട് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും പുളി ചേർക്കും. അപ്പോൾ ആ പുളിവെള്ളം ചേർക്കുമ്പോൾ വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ചേർക്കുക. അതിനുശേഷം രസം ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ പുളി ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ ആ പുളിവെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോ ഇതൊന്ന് തിളച്ചു വരട്ടെ കേട്ടോ. തിളച്ചു വന്നാലേ നമുക്ക് രസത്തിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശർക്കര ചേർത്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശർക്കര ചേർക്കാറുണ്ട്. അപ്പൊ ശർക്കര ചേർക്കാത്ത ആളുകൾ ആ പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ ശർക്കര ചേർക്കാറുണ്ട്, ചില സ്ഥലങ്ങളിൽ ശർക്കര ചേർക്കാറില്ല. അപ്പൊ എന്തായാലും ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ രസം തിളച്ചു തുടങ്ങി. ഇനിയിപ്പോ നമുക്ക് ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഇവിടെ തക്കാളിയിൽ നിന്ന് പുളി ഇറങ്ങും കുറച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് പുളി ചേർക്കുമ്പോൾ എപ്പോഴും പുളി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ പുളി ചേർക്കരുത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം. രസത്തിലും സാമ്പാറിലും ഒക്കെ നമ്മൾ പഞ്ചസാരയല്ല ശർക്കരയാണ് ചേർക്കാറുള്ളത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കും. നമുക്ക് ഏത് കൺസിസ്റ്റൻസി ആവണം എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനൊന്നുമില്ല. സാധാരണ നമ്മളിപ്പോ കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സ്റ്റേജിലാണെങ്കിലും ചേർത്താൽ മതി. ഇപ്പൊ കായ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പുളി ചേർത്ത് ഉടനെ തന്നെ ചേർത്തത്. ഇനിയിപ്പോ ഇത് തിളയ്ക്കുക, ഒന്ന് കുറുക. അപ്പൊ നമുക്കിനി ഇത് കുറുകി കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. അതോടുകൂടി നമ്മുടെ രസത്തിന്റെ പരിപാടി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ. അപ്പൊ നമുക്കിനി പ്രസന്റ് ചെയ്യുമ്പോൾ കാണാം. ഇപ്പൊ നമ്മുടെ രസം ചൂടൊക്കെ കുറഞ്ഞ് കറക്റ്റ് ആയിട്ടുണ്ട്. രസം ഉണ്ടാക്കിയിട്ട് എപ്പോഴും ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് തോന്നില്ല കേട്ടോ. നമുക്ക് ചെറുതായിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ രസത്തിന് എപ്പോഴും ടേസ്റ്റ് തോന്നുള്ളൂ. അത് ഏത് രസം ഉണ്ടാക്കിയാലും, ഇപ്പൊ നമ്മൾ പരിപ്പ് ചേർത്ത് രസം ഉണ്ടാക്കിയാലും പരിപ്പ് ചേർക്കാതെ രസം ഉണ്ടാക്കിയാലും രസം പൊടി ചേർത്തിട്ട് രസം ഉണ്ടാക്കിയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവരും ഓണസദ്യയില് രസം ഉണ്ടാക്കി കഴിക്കുക. കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഓണം സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സദ്യ റെസിപ്പീസിൻ്റെയും വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് വീഡിയോസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള റെസിപ്പീസിനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.